അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ ചില നമുക്ക് ചില സംശയങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി അതുപോലെ മറ്റുള്ളവരൊക്കെ പറഞ്ഞു, വി.എസ്. അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ് ഇതിന് തത്വത്തിൽ ആദ്യം അനുമതി നൽകുന്നത്. പിന്നീട് അത് എതിർത്തു, പിന്നീട് സമരവുമായിട്ടൊക്കെ രംഗത്ത് വന്നു. പക്ഷേ ആദ്യം ഏബ്രഹാം കലമണ്ണിൽ പറഞ്ഞതുപോലെ മുട്ടിൽ വെച്ച് ഒപ്പിട്ട് ആദ്യം കൊടുത്തത് നിങ്ങളുടെ സർക്കാരായിരുന്നു. അഡ്വക്കേറ്റ് സതീഷ് വസന്ത് 100% കറക്റ്റാണ്. അന്നത്തെ ഇപ്പോൾ പത്തനംതിട്ടയിലൊരു ഈ വിമാനത്താവളം വരണമെന്നൊക്കെ ഒരു സ്വാഭാവികമായി ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് NOC കൊടുത്തതിന് ശേഷമാണ് ഈ ഭാരതീയ പ്രശ്നവും ബാക്കിയുള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. അപ്പോഴും തന്നെ സർക്കാർ അതിനെ എതിർത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം രജിൻ പറയുന്നതിനകത്തു അന്ന് LDF സർക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. നോക്കൂ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ഞാൻ വിനോദിൻ്റെ അടുത്തൊരു കാര്യം പറയാനും, ഈ 10 വർഷം കൊണ്ട് ഈ ആറന്മുളയെ പറ്റി നമുക്ക് സംസാരമേ ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നു ഇല്ലായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് UDF സർക്കാർ വന്നപ്പോൾ അപ്പം എവിടെയെന്നോ അദ്ദേഹത്തിന് ഈ സ്വകാര്യ വ്യക്തിക്ക് ഒരു ഗ്രീൻ കാർഡ് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ആ ഒരു ട്രോൺ സർവീസ് നടത്തില്ല. രജിൻ പറയുന്നത് അബിൻ മർക്കി അങ്ങനെയൊന്നും പറഞ്ഞത്. അബിൻ മർക്കി ഇപ്പം നിങ്ങളൊന്ന് പബ്ലിക് ഡൊമൈനിലെടുത്തൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. അബിൻ മർക്കി എന്താണെന്ന് വെച്ചാൽ ആറന്മുള വിമാനത്താവളം വരും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പരിശോധിക്കാമെന്നോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നോക്കൂ, ഞാൻ ഒരു കാര്യം പറയുന്നത്, നമ്മളെ കേരളത്തിൽ ഈ നമുക്ക് വിമാനത്താവളങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വിമാനത്താവളങ്ങളിൽ പോകാൻ തന്നെ എത്ര കിലോമീറ്റർ ചുറ്റിയാണ് നമ്മൾ പോകുന്നത്. പല സ്ഥലത്തും അങ്ങനെയാണ്. ഈ പത്തനംതിട്ട ജില്ലയിൽ നമുക്കങ്ങനെ ഒരു വിമാനത്താവളമാണെങ്കിൽ പല സ്ഥലങ്ങളും ഉണ്ടല്ലോ, നമുക്ക് അവിടെ പരിശോധിക്കാമല്ലോ. ആറന്മുള തന്നെ വേണമെന്നുള്ള ഒരു സംവിധാനം ഇല്ലല്ലോ. എന്ത് പറഞ്ഞാലും ശരി തന്നെ LDF ഒരു സർക്കാർ LDFിൻ്റെ സംവിധാനത്തിൽ അങ്ങനെ ഒരു ആറന്മുള ഒരു വിമാനത്താവളം വരാൻ സമ്മതിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അവിടെ പാരിസ്ഥിതിക പ്രശ്നമുണ്ട്. സുപ്രീം കോടതിയിലെ നിലനിൽക്കുന്നുണ്ട്. അവിടെ പാരിസ്ഥിതിക പ്രശ്നം നേരത്തെ നമ്മളെ മാധ്യമപ്രവർത്തകനൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അതിനെ പറ്റിയുള്ള ചുറ്റളവിൽ പറഞ്ഞിട്ടുണ്ട്. പമ്പാ നദി ഉത്ഭവിക്കുന്നത്. അപ്പം ഇതിനെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഈ 10 വർഷം കൊണ്ട് ഇല്ലാത്ത ഒരു കാരണം UDF സർക്കാർ വന്നുടനെ ഇത് പൊങ്ങി വന്നത് എന്തുകൊണ്ടാണ്? അത് ദുരുദ്ദേശം തന്നെ അല്ലേ? ആ ദുരുദ്ദേശമെന്നൊക്കെ പറയുന്നത് ഇപ്പം അദ്ദേഹം പറയുന്നത്, നിങ്ങൾ സംസാരിച്ചൊക്കെ നേരത്തെ ഈ സിൽവർ ലൈനിനെ പറ്റി വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഈ പാരിസ്ഥിതിക നേതാക്കൾ നോക്കൂ. നമ്മളിപ്പോൾ എന്ന് പറയുന്നത് ഏത് സർക്കാരായിരുന്നാലും തെറ്റായ നടപടിയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനെ എതിർക്കുക തന്നെ ചെയ്യണം. അതിനെ ന്യായീകരിച്ചില്ലെങ്കിൽ ജനങ്ങളിൽ അത് നമുക്ക് തിരിഞ്ഞു നിൽക്കും. ഒരു സംശയവുമില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്താ വെച്ചാൽ കേരളത്തിലെ ഈ ബോധ്യം വരുന്നുണ്ട്. സ്വാഭാവികമല്ലേ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ആ ബോധ്യത്തിന് വച്ച് തന്നെ ഞാൻ സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ജനങ്ങളിൽ ഒരു പദ്ധതി വരുമ്പോഴത്തേക്ക് ഇവിടെ വികസനം ഇപ്പോൾ LDF എന്തിന് ഇറങ്ങിയാലും പറയുന്നത് എന്തിനാണ്? അവർ LDF വികസനത്തിനെതിരായിട്ടൊന്നുമില്ല. കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല. കേരളത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇവിടുത്തെ ഒരു തിക്കിലി പോപ്പുലേറ്റ് ഏരിയയും അതുപോലെ തന്നെ കുറച്ച് ഭാഗമേ നമുക്കുള്ളൂ കേരളത്തിനെ സംബന്ധിച്ച്. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ നമുക്ക് അത്രയൊന്നും വികസനവും അത്രയുള്ള പ്രശ്നങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ഉപഭോക്തൃ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ള ഒരു വികസനമായിരിക്കണം എന്നും LDF ആഗ്രഹിക്കുന്നത്. അത് അല്ലാതെ വരുമ്പോഴത്തേക്ക് നമ്മളതിനെ ശക്തിയുക്തമായി അത് എതിർക്കുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല പിന്നെ. യെസ്.